മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാത്തതിൻ്റെ പേരിലുള്ള വി ഡി സതീശൻ്റെ കരച്ചിൽ തീരുന്നില്ല. അതിങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു സംശയം, മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടിയതാണ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ സർക്കാരൊക്കെ വന്നിരുന്നു. അന്ന് പത്മഭൂഷൺ കൊടുക്കാത്തതിൽ സതീശന് പരാതി ഉണ്ടായിരുന്നില്ല. ഇനി മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമാണെങ്കിൽ നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട്, പ്രസിദ്ധ നടിയായ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പേരെടുത്ത ഉർവശിയുണ്ട്. ഇവർക്ക് ആർക്കും കിട്ടാത്തതിൽ പരാതിയില്ല. മമ്മൂട്ടിക്ക് കിട്ടാത്തതിൻ്റെ പേരിലുള്ള പരാതി മമ്മൂട്ടി ആയതുകൊണ്ടാണോ? അതുകൊണ്ടും ആവാം. അതിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ, ഒരു മതവുമുണ്ട്. അല്ല, അതാണ് സതീശൻ്റെ രാഷ്ട്രീയം. ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ആർക്ക് കൊടുത്താലും വേറെ കുറച്ച് പേർക്ക് കൊടുത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പേഴ്സണലി യേശുദാസിന് ഭാരതരത്നം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഓരോ തവണയും ഈ അവാർഡ് വരുമ്പോൾ ഞാൻ നോക്കും, ഇത്തവണ യേശുദാസിന് ഭാരതരത്നം ഉണ്ടായില്ല എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈ നോമിനേഷൻ സിസ്റ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യവൽക്കരിച്ചത് മോദിയാണ്. ഇപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നോമിനേറ്റ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ സുനിലിന് പത്മ അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാം. സുനിൽ എഴുതിയത് ഒക്കെ സംഭാവനകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി കൺസിഡേർഡ്. അത് നോക്കിയിട്ട് ഇത്ര വലിയ കാര്യമൊന്നുമില്ല, മാറ്റി ഇങ്ങനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇതിനൊരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയിൽ ആഭ്യന്തര സെക്രട്ടറി ഒരംഗമാണ്. ബാക്കി അംഗങ്ങളൊക്കെ ഗവൺമെൻറ്റിന് പുറത്തുനിന്നുള്ളവരാണ്. ഇവരാരാണെന്നുള്ളത് ഒരു മനുഷ്യൻ പുറത്തുവിടില്ല. യു ജസ്റ്റ് കനോട്ട് ഇൻഫ്ലുവൻസ് ദം. കാരണം അറിയാൻ പറ്റില്ല ആരാന്നുള്ളത്. കാരണം അറിയില്ല എന്ന് പുറത്ത് പറയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ കമ്മിറ്റിയിൽ അവരെ എടുക്കുന്നത്. ബട്ട് ദേ ആർ എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്. ഈ കമ്മിറ്റി കഴിയുമ്പോൾ ഇത് വേണമെങ്കിൽ അവർക്ക് പുറത്ത് പറയാം, ഞാൻ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. ഇപ്പോൾ നേരത്തെ ഒരു വർഷം പത്മ സുബ്രഹ്മണ്യം, ഇപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം പ്രശസ്ത നർത്തകിയാണ്. അവർ ഒരു 5-8 വർഷം മുമ്പ് ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു എന്നൊരാൾ എന്നോട് പറഞ്ഞു. അങ്ങനെ തെന്നിയോ തെറിച്ചോ ഒക്കെ ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതല്ലാതെ അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഞാനിപ്പോൾ പറയട്ടെ, കേരളത്തിൽ ഇങ്ങനെ ഈ പത്മ പുരസ്കാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അന്യായം നടന്നിരിക്കുന്നത് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷിനോടാണ്. ആറാട്ടുപുഴ, തൃശ്ശൂർ. വിദ്യാധരൻ മാഷ് എത്ര വർഷമായി എന്നറിയാമോ? കുറഞ്ഞത് 50-55 വർഷമായിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലം, അതായത് 1974-75 മുതൽ വിദ്യാധരൻ മാഷിൻ്റെ പാട്ടുകളുണ്ട്. കാസറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പഴയ LP റെക്കോർഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും അദ്ദേഹം രംഗത്തുണ്ട്. കേരള സർക്കാരിൻ്റെ അവാർഡ് പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു കളി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വിദ്യാധരൻ മാഷിൻ്റെ പാട്ടിന് അവാർഡ് പോകും എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവർ വിദ്യാധരൻ മാഷിനെ ജൂറിയാക്കുമ്പോൾ ആ നന്മ നിറഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്യും? ഞാൻ ജൂറി ആയിരുന്നിട്ട് എൻ്റെ പാട്ടിനും കൊടുക്കരുത്, അതൊരു കുറച്ചിലല്ലേ, ശരിയല്ല. ഇത് ആ നന്മ നിറഞ്ഞ മനുഷ്യൻ പറയുമെന്ന് ഈ കള്ളന്മാർക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ ജൂറിയാക്കി വയ്ക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് കൊടുക്കാതിരിക്കും. ഇപ്പോൾ കേന്ദ്രത്തിൽ പത്മ അവാർഡിൽ വാസ്തവം പറഞ്ഞാൽ പത്മഭൂഷൺ തന്നെ കൊടുക്കേണ്ട അദ്ദേഹത്തിന്. ഇപ്പോൾ 74-75 വയസ്സായി. ആ മനുഷ്യൻ നൽകിയ സംഗീതത്തിലെ സംഭാവന വളരെ വലുതാണ്. 1/2 നൂറ്റാണ്ടിലധികം ഒരു ഫീൽഡിൽ തിളങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. ഇപ്പോൾ എൻ്റെ നോട്ടത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അന്യായം നടന്നിട്ടുള്ളത് വിദ്യാധരൻ മാഷിനോടാണ്. വിദ്യാധരൻ മാഷ് ആരുടെയും മനസ്സിൽ വരുന്നില്ല. വി ഡി സതീശന് മനസ്സിൽ ഒട്ടും വരില്ല. വരാത്തതിൻ്റെ ഒരു കാരണം അദ്ദേഹം ഹിന്ദുവാണെന്നുള്ളതാണ്. അദ്ദേഹം BJP-കാരനും ഒരു കുന്തമല്ല, RSSും അല്ല, ഒന്നുമല്ല. സംഗീതം. ആര് വിളിച്ചാലും പുള്ളി പോവുകയൊക്കെ ചെയ്യും കേട്ടോ യോഗത്തിന്. ഇതിനൊക്കെ പാട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ RSSുകാർ പോയിട്ട് ഞങ്ങളുടെ സമ്മേളനത്തിനൊരു സ്വാഗത ഗാനം ഒന്ന് ഇതാക്കണം, ഞങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, ട്യൂൺ ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട്. അമ്പലങ്ങളിൽ ഇത്രയധികം അമ്പലങ്ങളെ പറ്റിയുള്ള പാട്ടുകൾ സംഗീതം ചെയ്ത ആൾ കേരളത്തിൽ വേറെ ഇല്ല. അത് ചെറിയ അമ്പലങ്ങളിൽ പോലും എഴുതിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മാഷ് അപ്പം തന്നെ ഇരുന്നു ഹാർമോണിയം എടുത്ത് ചെയ്തു കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ
പത്മ അവാർഡിന് അർഹനല്ലേ? ഈ പേരുകൾ നമ്മുടെ ഇതിന് ഈ പേര് വരാത്തത് ഇപ്പോൾ ഒരു വലിയ കുറ്റമായിട്ട് ഞാൻ സതീഷിനെ പറ്റി പറയുകയല്ല. നമുക്ക് ഒരു വിലയിരുത്തലുണ്ട്, ഇന്ന ആൾക്ക് ഇന്നത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. നടക്കുമ്പോൾ ശരി നടന്നില്ല എന്ന് വിചാരിക്കുകയല്ലാതെ അതിനകത്ത് ഒരു കള്ളക്കളി നടന്നു എന്ന് സൂചിപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത, പേര് പോലും അറിഞ്ഞുകൂടാത്ത ഒരു കമ്മിറ്റിയുടെ സെലക്ഷനിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾ വന്നില്ല എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. അപ്പം നമുക്ക് മലയാളത്തിൽ മമ്മൂട്ടി വലിയൊരു നടനാണ്. അതെ, ആർക്കും തീർച്ചയായിട്ടും മമ്മൂട്ടി അർഹിക്കുന്നു എന്ന് ഞാനും പറയും. തീർച്ചയായിട്ടും മമ്മൂട്ടി അർഹിക്കുന്നു. പക്ഷേ മൊത്തം ഭാരതം എടുത്ത് നോക്കുമ്പോൾ എത്ര മമ്മൂട്ടിമാരുണ്ട്, എത്ര പേർക്ക് കൊടുക്കും? പക്ഷെ അതാണോ സതീശന്റെ പ്രശ്നം? എനിക്ക് തോന്നിയത് സതീശന്റെ ഒരു രാഷ്ട്രീയ തമ്പുരാട്ടിക്ക് കിട്ടിയതല്ലേ പ്രശ്നം? അത് ഈ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയും മമ്മൂട്ടിയും തമ്മിൽ ഒരു താരതമ്യമില്ല. അവർ ഒരു ഫീൽഡിലും പാരലായിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല, മത്സരിക്കുകയോ രണ്ടുപേരും ഒരേ ഫീൽഡ് വർക്ക് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവർ വേറൊരു രീതിയിലാണ് പുസ്തകം എഴുത്ത്, ചരിത്രം, ഇതിലൊക്കെയാണ് അവരുടെ പോക്ക്. മമ്മൂട്ടി ആ രംഗത്ത് പോയിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് എന്താ കഥ? അല്ല, ഞാൻ എന്തുകൊണ്ടാണ് യേശുദാസിനെയും മമ്മൂട്ടിയെയും താരതമ്യം ചെയ്യാഞ്ഞത്? എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. യേശുദാസിന് ഭാരതരത്നം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മമ്മൂട്ടിക്ക് ഭാരതരത്നം അവകാശപ്പെട്ടതാണെന്ന് പറയാഞ്ഞത് എന്താ? എൻ്റെ മനസ്സിൽ പ്രിയോറിറ്റി യേശുദാസിനാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ഹേറ്റ് മമ്മൂട്ടി. പക്ഷേ തിരുവിതാംകൂർ രാജവംശത്തിനോട് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് വലിയ പക, നീരസം പണ്ടേ ഉണ്ടല്ലോ. അല്ല, അത് ഈ പുരോഗമനവാദി എന്നറിയപ്പെടണമെങ്കിൽ നിങ്ങൾ പഴയ രാജാക്കന്മാരെ ചീത്ത പറയണം. അതതിൻ്റെ ഒരു നിയമം, അതാണ് നിയമം. ഇപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ വാത്സല്യത്തോടെ എന്നെ കൊണ്ടു നടക്കുന്ന ആളായിരുന്നു ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ, മലയാള സിനിമയുടെ ചരിത്രമൊക്കെ എഴുതിയ ആൾ. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോഹൻദാസെ, ഒരു കാലത്ത് ചെറുത്തല ഭാഗത്ത് പുരോഗമനവാദി ആകണമെങ്കിൽ ഈഴവൻ്റെ കള്ള് ഷാപ്പിൽ പകല് കയറി കള്ളു കുടിക്കണം, എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ പുരോഗമനവാദിയായി. അങ്ങനെ ഈ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ, വയലാർ രാമവർമ്മ, തോപ്പിൽ ഭാസി, ഈ 3 പേരും കൂടെ രാവിലെ ഒരു 11-11:30 ആകുമ്പോൾ പരസ്യമായിട്ട് ഈഴവൻ്റെ ക്രിസ്ത്യാനിയുടെ പറ്റില്ല, നായരുടെ കള്ള് ഷാപ്പായാലും പറ്റില്ല, ഈഴവൻ്റെ കള്ള് ഷാപ്പിൽ കയറിയിട്ട് കുടിച്ച് പുറത്തിറങ്ങണം. ആ നിയമം. ഇന്നിപ്പോൾ നിങ്ങൾ രാജകുടുംബത്തെ ചീത്ത പറഞ്ഞാൽ മാത്രമേ, രാജകുടുംബം എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല, അവനാരാ, അങ്ങനെയൊക്കെ ചോദിച്ചാലേ നിങ്ങൾ പുരോഗമനവാദിയാകുള്ളൂ. അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീയെ എല്ലാവരും കൂടെ ആക്രമിക്കുന്നത്. അല്ല, ഇത് ഈ ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിനെതിരെയാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോഴും ഒരു മേത്തൻ മണി ഇരിപ്പുണ്ട്. ഈ ടിപ്പുവിനെ തിരുവിതാംകൂർ സേന നെടുങ്കോട്ട യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവിടുന്ന് കൊടിയും ടിപ്പുവിൻ്റെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് എടുത്തു മാറ്റുന്ന നിങ്ങളുടെ ദൈവം തമ്പുരാനല്ലേ ഇരിക്കുന്നത്, ഇരട്ട ചങ്കൻ. എടുത്തു മാറ്റ് മേത്തമണി, ഇപ്പോഴും ആ പേരിൽ തന്നെയുണ്ട്, കൃത്യമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. 2 ആടുകൾ വന്നെങ്കിൽ ഇടിക്കുന്നു സമയമാകുമ്പോൾ. അതിലാണ് ചൊറിച്ചിലെങ്കിൽ അതെടുത്ത് മാറ്റ്. അതിലല്ലേ ഈ ചൊറിച്ചിൽ സതീശനും? എനിക്കറിയാമല്ല, പക്ഷേ അതാണ് ചൊറിച്ചിലെങ്കിൽ അതെടുത്ത് മാറ്റാൻ പറയാം. സതീശനും കൂട്ടു നിൽക്കും, വിജയനും കൂട്ടു നിൽക്കും, പിന്നെ ആരാ വേണ്ടേ? അല്ല, സതീശൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദു ക്ഷേത്രങ്ങളൊന്നും ആരും ആക്രമിച്ചിട്ടില്ല എന്ന്. 2021 ഏപ്രിൽ 30 സതീശൻ ഇട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് ദീപു കുറുപ്പ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ മുഗലൻ എന്ന് പറയുന്നൊരു പുസ്തകം, അതിന് അവതാരിക എഴുതിയ സതീശൻ പറയുന്നുണ്ട്, ഔറംഗസേബിൻ്റെ നിർദ്ദേശാനുസരണം മുഗലന്മാരിവിടെ വന്ന് പല ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, വേണാട് കീഴടക്കി എന്നൊക്കെ പറയുന്നുണ്ട് സതീശൻ. വേണാട് കീഴടക്കിയില്ല, ഔറംഗസേബിൻ്റെ നിർദ്ദേശത്തെ തുറന്ന് വന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് വേറൊരു ടീമാണ്. അത് ഇവർ വന്നിരുന്നു, മുഗലന്മാർ വന്നിരുന്നു, അത് ചരിത്രമാണ്. അതിൻ്റെ സ്മരണയ്ക്കായിട്ട് അവർ തോറ്റ് പിന്മാറി പോകുമ്പോൾ അവർക്ക് കൊടുത്ത ഒരു സൗജന്യം ആണ് അള്ളാ പൂജ. തോറ്റവന്, ഈ ഹിന്ദുവിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, തോറ്റവനെ അവർ നശിപ്പിക്കുക എന്നുള്ള അതില്ല. അവനെയും ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു. തോറ്റു, എൻ്റെ അടുത്ത് വെറുതെ കളിക്കാൻ വരരുത്, നിൻ്റെ ഓർമ്മയ്ക്ക് തിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ തോറ്റവർ ഡിമാൻഡ് ചെയ്തു, ഞങ്ങളുടെ ഓർമ്മയ്ക്ക് അള്ളാ പൂജ വയ്ക്കണമെന്ന്. ആ വെച്ചോളാം, ഇപ്പോഴും ഉണ്ട് അള്ളാ പൂജ. നമ്മുടെ മൂകാംബികയിലുണ്ടല്ലോ സലാമാരതി എന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ പല സ്ഥലത്തും ഈ സർപ്പം പൂജ, യക്ഷി പൂജയൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് ദൂരെ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിമിനാണെന്നാണ് ഉത്തരം പറയാറുള്ളത്.
മുസ്ലിമിന്. അതെന്താ അങ്ങനെ? എനിക്കറിയില്ല. ഞാനതിൻ്റെ പലയിടത്തും അത്യപൂർവ സ്ഥലങ്ങളിലാണ് ഇത് കണ്ടത്. കണ്ട സ്ഥലങ്ങളിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ അത് പണ്ട് മുതലേ ചെയ്യുന്നു. ഒരുപക്ഷെ പണ്ട് ഉണ്ടായിരുന്ന മുസ്ലിം ആയക്ക് ഇതുപോലെ ഈ വെറ്റിലെ പാക്ക് കൊടുക്കുക എന്നെങ്കിൽ ഇതുപോലെ സിഗരറ്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. അതിൻ്റെ ഓർമ്മയ്ക്ക് അത് തുടരുന്നു. ഇപ്പോൾ പിന്നെ മെക്കാനിക്കലായിട്ട് എല്ലാവരും അതും ചെയ്യണം. ഇവിടെ ഒരു തിരി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ചോറ്റാനിക്കര ദേവിയെ തൊഴുത് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ആ തെക്ക് വശത്ത് മൂലയ്ക്ക് മൂശയട്ട ഇരിപ്പില്ല. മൂശയട്ടയ്ക്കും ഒരു തിരി വയ്ക്കും, 50 പൈസ അവിടെ ഇടും. കാരണം ഉപദ്രവിക്കരുത്. ഇതുപോലെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് റൗഡി പീസൊക്കെ കൊടുക്കും എല്ലാവർക്കും. അങ്ങനെ ചെയ്യുന്നതാണ് ഈ അള്ളാ പൂജ എന്നൊക്കെ പറയുന്നത്. ഇത് ശരിയാണ് മുഗളന്മാരുടെ. ഇത് ഈ വി ഡി സതീശൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്. സതീശൻ അതിൽ വേറൊന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ മുഗലന്മാരിൽ നിന്ന് കേരളവർമ്മനും ഉമയമ്മ റാണിയും പിടിച്ചെടുത്ത സ്വത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്നതെന്ന്. അതും ഉണ്ടാവാം. അത്ര നിഷ്കളങ്കമല്ലല്ലോ ആ സ്റ്റേറ്റ്. അല്ല, ഞാൻ ഈ ആ സ്വത്വം ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. ബട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ കേരളത്തിൻ്റെ ഓറൽ ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ്. ഞാനിത് പലരോടും അന്വേഷിച്ചു, എവിടെ നിന്ന് ഈ നിധി വന്നു. ഭൂരിഭാഗം പേരും പഴമക്കാരെന്നോട് പറഞ്ഞത് മോഹൻദാസ് നോക്കി ടിപ്പു സുൽത്താൻ്റെ കാലത്ത് മലബാറിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഡെപ്പോസിറ്റാണ്. അതുകൊണ്ട് ഏകദേശം കൊടുങ്ങല്ലൂർ വരെ വലിയ സ്വത്തൊന്നും മോഹൻദാസിന് കാണാൻ പറ്റില്ല. ഗുരുവായൂരുള്ളത് പിന്നീട് ഡെവലപ്പ് ചെയ്ത ഡെപ്പോസിറ്റാണ്, ഗോൾഡ് ഡെപ്പോസിറ്റൊക്കെ. സ്വർണം അമ്പലത്തിൽ കാണണമെങ്കിൽ നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് കായലും കഴിഞ്ഞ് ഇപ്പുറത്ത് തിരുവിതാംകൂർ തുടങ്ങുന്ന സ്ഥലത്ത് ആണ് പിന്നീട് ഇങ്ങോട്ട് തെക്കോട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് ഇത് കാണുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് അവിടുത്തെ സ്വർണ്ണശേഖരം. ഏതായാലും കമ്മിങ് ബാക്ക് ടു ഒറിജിനൽ പൊസിഷൻ, ഈ മമ്മൂട്ടിയെ ആണെങ്കിലും ഈ മുകിലൻ പോസ്റ്റ് ആണെങ്കിലും ഒക്കെ വി ഡി സതീശന് ഒരു കൊമേഴ്ഷ്യൽ ഗെയിം. അതെ, ശരിക്കും പറഞ്ഞാൽ ആ മുകിലൻ പോസ്റ്റ് വി ഡി സതീശന് ഇടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വല്ല സുഹൃത്തുമായിരിക്കും പുസ്തകം എഴുതിയത്. പുസ്തകത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്തതാവാം. ഇത് ഇന്നത് പുറത്ത് വന്ന സ്ഥിതിക്ക് മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും. ഉറപ്പാണ് ഡിലീറ്റ് ചെയ്യും. മുതലാവില്ല ആ പോസ്റ്റ്. കാരണം ഹിന്ദുവിനോട് പറയുന്ന പോലെ മുഗലന്മാരെ പോലും പറഞ്ഞാൽ സതീശന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം മോഹൻലാൽ സതീശൻ പറഞ്ഞില്ലെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പത്മഭൂഷൺ കിട്ടാൻ സർവ്വതാ യോഗ്യരാണ്. പക്ഷേ മമ്മൂട്ടിയെ കരുവാക്കിക്കൊണ്ട് സതീശൻ ഒരു വൃത്തികെട്ട നാടകമാണ് കളിക്കുന്നതെന്ന് സ്വബോധമുള്ള ആർക്കും മനസ്സിലാവും. അത് കേരളം തിരിച്ചറിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.